മാതൃഭൂമി തൊഴിൽ വാർത്ത വോളിയം 34 ഇഷ്യൂ 12 തൊഴിലവസരം. ആർമിയിൽ 381 എഞ്ചിനീയർ. ഇന്ത്യൻ ആർമിയിലെ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കുള്ള 67ാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 381 ഒഴിവുണ്ട്. പുരുഷൻ 350, വനിത 31. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 2026 ഒക്ടോബറിൽ പരിശീലനം തുടങ്ങും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനന്റ് പദവിയിൽ നിയമനം നൽകും. എഞ്ചിനീയറിംഗ് സ്ട്രീമുകളും ഒഴിവുകളും: പുരുഷൻ സിവിൽ 75, കമ്പ്യൂട്ടർ സയൻസ് 60, ഇലക്ട്രിക്കൽ 33, ഇലക്ട്രോണിക്സ് 64, മെക്കാനിക്കൽ 101, മറ്റ് സ്ട്രീമുകൾ 17. എഞ്ചിനീയറിംഗ് സ്ട്രീമുകളും ഒഴിവും: വനിത സിവിൽ 7, കമ്പ്യൂട്ടർ സയൻസ് 4, ഇലക്ട്രിക്കൽ 3, ഇലക്ട്രോണിക്സ് 6, മെക്കാനിക്കൽ 9. ഇതിനു പുറമെ സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്കായി 2 ഒഴിവുകളുമുണ്ട്. ടെക്നിക്കൽ 1, നോൺ ടെക്നിക്കൽ 1. ശമ്പളം: പരിശീലനകാലത്ത് 56,100 രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി ലഫ്റ്റനന്റ് റാങ്കിൽ നിയമിക്കപ്പെട്ടാൽ 56,100 മുതൽ 1,77,500 രൂപയും മറ്റ് അലവൻസുകളും ലഭിക്കും. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം. സ്ട്രീമുകൾ: സിവിൽ, ആർക്കിടെക്ചർ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഓപ്റ്റോ ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോവേവ്, ഫൈബർ ഓപ്റ്റിക്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, വർക്ക്ഷോപ്പ് ടെക്നോളജി, എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, ഏവിയോണിക്സ്, പ്ലാസ്റ്റിക് ടെക്നോളജി, റിമോട്ട് സെൻസിംഗ്, ബാലിസ്റ്റിക്സ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചറൽ, മെറ്റലർജി ആൻഡ് എക്സ്പ്ലോസീവ്, ലേസർ ടെക്നോളജി, ബയോടെക്, റബ്ബർ ടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, മൈനിംഗ്, ന്യൂക്ലിയർ ടെക്നോളജി, ടെക്സ്റ്റൈൽ. കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലെ ഒഴിവുകളിലേക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. അവസാന വർഷ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും കോഴ്സ് 2026 ഒക്ടോബർ 1 പാസ്സായതായുള്ള രേഖ ഹാജരാക്കാനാവുമെങ്കിൽ അപേക്ഷിക്കാം. പ്രായം: 2026 ഒക്ടോബർ 1 20 മുതൽ 27 വയസ്സ്. സർവീസിലിരിക്കെ മരണപ്പെട്ട വിധവകൾക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ്: എഞ്ചിനീയറിംഗ് അവസാന വർഷ സെമസ്റ്റർ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ഇതിലുൾപ്പെടുന്നവരെയായിരിക്കും അഭിമുഖത്തിനായി പരിഗണിക്കുക. ഇതിൽ യോഗ്യത നേടുന്നവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കിയ ശേഷമായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുക. അപേക്ഷ: പുരുഷന്മാർക്ക് ഫെബ്രുവരി 5 വരെയും ഉച്ചകഴിഞ്ഞ് 3 മണി വരെ. വനിതകൾക്ക് ഫെബ്രുവരി 4 വരെയും ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്കുള്ള ഒഴിവിലേക്ക് തപാൽ മുഖേന അപേക്ഷിക്കണം. ഫെബ്രുവരി 19 ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. വിശദവിവരങ്ങൾക്ക് www.joinindianarmy.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.